ഗൈസ്, അപ്പോൾ പ്ലാവിലെ ചക്ക തീർന്നെന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട. അതേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഫ്രീസറിൽ ഇങ്ങനെ കാറ്റ് കയറാത്ത രീതിയിൽ നിങ്ങൾ ചക്ക ക്ലീൻ ചെയ്തിട്ട് കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ കാറ്റ് കയറാതെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ ഇച്ചിരി നേരം വെള്ളത്തിലിട്ടേച്ചാൽ മതി. എന്നിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുത്തിട്ട് വേവിച്ചെടുക്കാം. കുറച്ചുകൂടെ ഒരു വേവിൻ്റെ വേരിയേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെച്ചാൽ, വേറെ ഒരു കുഴപ്പമില്ല. സ്ട്രക്ചറൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമുക്ക് ആഗ്രഹമുള്ളപ്പോൾ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെക്കുക കേട്ടോ. ഒരു 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഒരു 3-4-5 വിസിലടിക്കണം. കാരണം ചെറിയൊരു വേരിയേഷൻ വേവിലുണ്ടാവും, വേറെ ഒരു കുഴപ്പമില്ല. സെയിം അതുപോലെ തന്നെ കിട്ടും. പിന്നെ അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ വേണ്ട. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സംഭവം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.